കപ്പല് ആടി ഒലയാണ്ടിക്കാൻ വേണ്ടിട്ട്. ആടി വിളയാണ്ടിക്കാം. ഒന്ന് പോട ആവാം, അല്ലാണ്ട് ഏതല്ല. ആടി ഒലയുന്ന കപ്പലിന്റെ അടിയിൽ വെച്ച് കെട്ടി ഉപ്പ് കൊണ്ടല്ല. ഞാൻ ഇങ്ങനെ അല്ലല്ലോ കേട്ടത്. ഇങ്ങനെ നമ്മൾ പലതും കേൾക്കൂലേ. ഈ കടലിൽ എങ്ങനെ ഉപ്പ് വന്നെന്നറിയോ? ഇല്ല ഇങ്ങനെയാ. ആ, അതില്ലേ, പണ്ട് ബ്രിട്ടീഷുകാർ വന്നില്ലേ ഇന്ത്യയിലേക്ക്, അപ്പോലെ കപ്പല് ആടി ഒലയാണ്ടിക്കാൻ വേണ്ടിട്ട് ആടി വിളയാണ്ടിക്കാം. അടിയില് ഉപ്പ് ചാക്ക് കെട്ടിയിട്ട് ആ ഈ ഉപ്പ് മൊത്തം എന്ത് ചെയ്ത് കടലിലങ്ങ് അലിഞ്ഞു. ഇങ്ങനെയാണ് കടൽ ഉപ്പ്. എന്നാല് ഈ ബ്രിട്ടീഷുകാർ ഈ കപ്പലും കൊണ്ട് വരുന്നതിന്റെ മുന്നേ ആ, ഈ കടലിൽ ഉപ്പൊന്നും ഇല്ലേ? ഇല്ലായിരിക്കും അല്ലേ? ഒന്ന് പോട. ഇതെങ്ങനെയാണെന്നറിയോ ശരിക്കും? ഈ മഴ ഇങ്ങനെ പെയ്യാന്നായിരിക്കും. ആ, മഴ പെയ്യുന്നേരം വരുന്ന വഴിക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടെന്ന് വിചാരിച്ചോ. ഉം, ഈ കാർബൺ ഡൈ ഓക്സൈഡിനോട് കലർന്നു കഴിഞ്ഞാൽ ഈ മഴക്ക് ഒരു അസിഡിക് സ്വഭാവം ഉണ്ടാവും. ആ, ഇത് വന്നിട്ട് പാറയമേലൊക്കെ ആ, തട്ടിക്കഴിഞ്ഞാൽ പാറ പൊടിയാൻ തുടങ്ങും. ആ, ഈ പാറയില് സോഡിയം, കാൽസ്യം, മെഗ്നീഷ്യം പോലത്തെ സാൾട്ടുകളൊക്കെ അല്ലെങ്കിൽ അയോൺസ് ഒക്കെ ഉണ്ടാവും. ആ, ഇത് വന്ന് കടലിൽ പതിക്കുമ്പോൾ കടലിൽ വെച്ചിട്ട് റിയാക്ഷൻസ് ഒക്കെ നടന്നിട്ട് ഇത് സാൾട്ട് ആവാം. ആ, ഇതാവാം ഒരു കാരണം. ആ, വേറൊരു കാരണം പറയാം. വേറൊരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പുഴയൊക്കെ ഇല്ലേ, നദികൾ. ആ, ഈ നദികൾ വന്നിട്ട് ഏടിയാ പതിക്കുക? കടൽ. കടൽ. അപ്പൊ അങ്ങനെ പതിക്കുമ്പോ എന്ത് സംഭവിക്കും? അതിലൂടെ വരുന്ന സാൾട്ടും മിനറൽസും ഒക്കെ കടലിലെത്തും. അങ്ങനെ ഒരു ചാൻസ് ഉണ്ട്. ആ, പിന്നെ ഒരു ചാൻസ് എന്ന് പറയുന്നത് എന്താ? ഈ കടലിന്റെ അടിയിൽ എന്തുണ്ട്? വോൾക്കാനോസ് ഉണ്ട്. ഇത് ഇറപ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഇല്ലേ? ഇത് ഇറപ്റ്റ് ചെയ്താൽ അതിലൂടെ വരുന്ന മിനറൽസ് ഒക്കെ എന്തായിട്ട് മാറും? അതും ഇതിലുള്ള സാൾട്ടായി മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ആവാം, അല്ലാണ്ട് ഏതല്ല. ആടി ഒലയുന്ന കപ്പലിന്റെ അടിയിൽ വെച്ച് കെട്ടി ഉപ്പ് കൊണ്ടല്ല ഇതിൽ ഉപ്പ് ഉണ്ടായിട്ടുണ്ടാവുക. ഞാൻ ഇങ്ങനെ അല്ലല്ലോ കേട്ടത്. ഇങ്ങനെ നമ്മൾ പലതും കേൾക്കൂലേ. സയൻസ് അതല്ലല്ലോ.